ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബനാന കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റും ബീഫ് കട്ട്ലറ്റും വെജിറ്റബിൾ കട്ട്ലറ്റും എല്ലാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതൊരു അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത 5 ഏത്തപ്പഴമായിരുന്നു. ചെറിയ സൈസിലുള്ള ഏത്തപ്പഴമായിരുന്നു. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു കടായിക്കകത്തോട്ട് കുറച്ച് ഗീ ഒഴിച്ചിട്ട് നമുക്ക് ആ പഴമെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന രീതി വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, വലിയ സ്പൂണിന് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് ഇതിന് അളവുകളൊക്കെ വ്യത്യാസം വരും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ. അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കട്ട്ലറ്റാണ്. പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പഴം കുറച്ചും കൂടെ ഒന്ന് ലൂസാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ബ്രെഡിൻ്റെ പൊടി, അത് ഫ്രഷായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡ് പൊടി ചേർക്കാം. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഏത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു മാവ് നല്ല ടൈറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് തണുക്കണം. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു കുഴയ്ക്കുന്ന മാവിൻ്റെ പരുവത്തിലായി കിട്ടും. ഇത് നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവിയതിന് ശേഷം ഇത് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട്, റൗണ്ട് ഷേപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഇത് ഇതുപോലെ ആക്കി എടുക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്തതിനകത്ത് കുറച്ച് ലൂസായിട്ട് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെക്കണം. അതിനകത്തൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ബ്രെഡ് ക്രംസിനകത്തോട്ട് കോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് നല്ലൊരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാനാണ് ലാസ്റ്റും ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് ഓയിലിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ആദ്യമേ കുഴച്ച് വെച്ചല്ലോ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ, അങ്ങനെയും കഴിക്കാം. അതും ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ മോന് അതും അങ്ങനെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കട്ട്ലറ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നല്ല പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലറ്റാട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ഒരു ഐറ്റമാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ദാ ഇവിടെ ഫസ്റ്റ് സെറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മുടെ ഈ കട്ട്ലറ്റ് പൊരിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഓവറായിട്ട് എണ്ണയൊന്നും മുഖത്തോട്ട് പിടിക്കത്തില്ല. ഞാൻ അതുപോലെ അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. കാര്യം ബനാനയൊക്കെ നന്നായിട്ട് കുക്കായിരിക്കുകയാണല്ലോ. അപ്പോൾ ഓവറായിട്ടിട്ട് കുക്ക് ചെയ്ത് കരിച്ച് എടുക്കരുത്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ കട്ട്ലറ്റും കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്. എനിക്ക് ഈ ഒരു 5 പഴത്തിൽ നിന്ന് 8 കട്ട്ലറ്റുകളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടാണ്. എല്ലാവരും ട്രൈ